Hello everyone, welcome back to Salem Learning. It's me Anurag. Now നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, എൻ്റെ കുട്ടികളെ എല്ലാവരും ഇപ്പോൾ പുതിയ കുറേ കാര്യങ്ങൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്താണ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. എന്താ ഈ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, കുഞ്ഞു ക്ലാസ്സിൽ ചിലപ്പം പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും. എന്നാലും അതിൽ കുറച്ച് ആൾക്കാർക്ക് എവിടെയെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇനി ഫാക്ടേഴ്സ് എന്താണ്, ഒരു നമ്പറിൻ്റെ ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യത്തിലൊന്നും സംശയം ഉണ്ടായിരിക്കില്ല. ഇന്നത്തോടെ നമ്മൾ അതെന്ത് ചെയ്യും, ക്ലിയർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫാക്ടേഴ്സ് എന്തായിരിക്കും, എന്താണ് ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ? ഒരു നമ്പറിൻ്റെ ഫാക്ടർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക, ആ നമ്പറിനെ പൂർണ്ണമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറാണ് എന്ത് പറയാം, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആ നമ്പറിനെയാണ് നമ്മൾ ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏത് നമ്പറും എടുത്തോ നിങ്ങൾ. ഓക്കെ, ഇപ്പോൾ 128 എന്ന് പറഞ്ഞ ഒരു നമ്പർ ഞാൻ ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 128നെ അതിൻ്റെ ഫാക്ടർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഫാക്ടേഴ്സ് എന്ന് പറയുക. അപ്പോൾ ഓരോന്നിൻ്റെ ഫാക്ടേഴ്സ് നമുക്ക് കണ്ടുപിടിച്ചാലോ? ഒരു നമ്പറിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കുമോ? ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കുമോ? വലിയ വലിയ നമ്പേഴ്സിന് എന്തായാലും കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഞാൻ ആദ്യം ഒരു കുഞ്ഞ് എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുക്കുന്നത് 12 എന്ന് പറഞ്ഞ നമ്പറാണ്. അപ്പോൾ 12ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം എൻ്റെ കുട്ടികൾ 12ന് എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട് എന്ന് എഴുതി നോക്കാം. അപ്പോൾ മൾട്ടിപ്പിൾസ് എഴുതാൻ അറിയില്ലേ? നമുക്ക് 12നെ ഏതൊക്കെ രണ്ട് നമ്പേഴ്സുകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം എന്നൊന്ന് എഴുതി നോക്കിയാൽ മതി. സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്, 12നെ എനിക്ക് 1 × 12 എന്ന് എഴുതാം. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. 1 × 12 എന്ന് പറഞ്ഞാൽ അത് 12 ആണ്. വേറെ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടുമോ? യെസ്. ഏതാടാ? 2 × 6 എന്ന് പറഞ്ഞാൽ 12 ആണ് അല്ലേ? പിന്നെയോ 3 × 4 എന്ന് പറഞ്ഞാലും 12 ആണ് അല്ലേ? അപ്പോൾ ഇതാ കഴിഞ്ഞോ? ഇനിയുണ്ടോ? ഇനിയില്ല അല്ലേ? അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്താക്കി, ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മളുടെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്, 12ൻ്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ? ആരൊക്കെയാണെന്നാ പറഞ്ഞു കൊടുക്കുക? 12ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? 1 അല്ലേ, 1 2 3 4 6 12. ഇതാ ഈ 6 നമ്പേഴ്സുകളാണ് 12ൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ആരൊക്കെയാടാ? 1 ഉണ്ട്, 2 3 4 6 12. അപ്പോൾ ഇത്രയും നമ്പേഴ്സുകൾ എന്താണ്, 12ൻ്റെ ഫാക്ടേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സുകൾ കൊണ്ടൊക്കെ നിങ്ങൾ 12നെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി എന്തായിട്ട് പോകും, റിമൈൻഡർ 0 ആയിട്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് ഓരോ നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഏതൊക്കെ രണ്ട് നമ്പേഴ്സുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പർ കിട്ടും എന്നൊന്ന് നോക്കിയാൽ മതി. നോക്കിക്കേ, ഇവിടുത്തെ അടുത്ത നമ്പർ ആരാടാ? 24 ആണ്. 24ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു, 24നെ 1 × 24 ചെയ്താൽ 24 കിട്ടും. നെക്സ്റ്റ് 2 × 12 ചെയ്താൽ 24 കിട്ടും അല്ലേ? 2 × 12 ചെയ്താൽ 24 കിട്ടും. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? യെസ്. 3 × 8 ചെയ്താൽ 24 കിട്ടും. ശരിയല്ലേ? ഇനി 4 കൊണ്ട് പറ്റുമോ? പറ്റും. 4 × 6 ചെയ്താൽ 24 കിട്ടും. വേറെ ഏതെങ്കിലും നമ്പർ ഉണ്ടോടാ? ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ആരൊക്കെ ആയിരിക്കും ഫാക്ടേഴ്സ്? 1 2 3 4 6 8 12 ആൻഡ് 24. അപ്പോൾ ഇത്രയും നമ്പേഴ്സുകളെ നമുക്ക് എന്താക്കാം, 24ൻ്റെ ഫാക്ടേഴ്സുകളായി എഴുതി കൊടുക്കാം. ആരൊക്കെയാ? 1 ഉണ്ട്, 2 3 4 6 8 12 ആൻഡ് 24. അപ്പോൾ ഇത്രയും നമ്പേഴ്സുകൾ ആരുടെ ഫാക്ടേഴ്സാ? 24ൻ്റെ ഫാക്ടേഴ്സാ. സിമ്പിളായിട്ട് അടുത്ത ഒരാളെ കൂടെ ചെയ്ത് നോക്കാം. ആരാണത്? 15 അല്ലേ? 15ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും? 1 × 15 എന്ന് പറഞ്ഞാൽ 15 ആണ്. അടുത്ത 2 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇനി 3 × 5 എന്ന് പറഞ്ഞാലും 15 ആണ്. ഇനി ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടുമോ? ഇല്ല. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ആരൊക്കെ ആയിരിക്കും നമ്മളുടെ ഫാക്ടേഴ്സ്? യെസ്, 1 വരും, 3 വരും, 5 വരും, 15 വരും. അപ്പോൾ നോക്കിക്കേ, ഇത്രയ്ക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ശരിക്കും പറയുവാണെങ്കിൽ
മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയുമെങ്കിൽ, അല്ലെങ്കിൽ 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയുമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഫാക്ടറിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു നമ്പറിൻ്റെ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇനി അറിയില്ല എന്ന് പറയരുത്. നമുക്ക് ഫാക്ടേഴ്സുകൾ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതേപോലെ ഫാക്ടേഴ്സുകൾ അറിയുമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാം? പ്രൈം ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാം, അതേപോലെ തന്നെ പ്രൈം ഫാക്ടറൈസേഷൻ പഠിക്കാം. അപ്പോൾ അതൊക്കെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ലേ? അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതുമാത്രമല്ല, ഒരു കുഞ്ഞ് ഹോംവർക്ക് തരാം. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? 36ൻ്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, എന്നിട്ട് 36ൻ്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. അതുമാത്രമല്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗവും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സിൽ പറയാം. മിസ് ചെയ്താ ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരുമോ എന്നാണെങ്കിൽ, ഏത് ഭാഗമാണോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ മിസ് എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ വന്നാൽ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.